നിങ്ങളുടെ മനസ്സ് തകർന്നിരിക്കുകയാണോ? എന്താണ് അതിന് കാരണം? ആരും നിങ്ങളെ മനസ്സിലാക്കാത്തതോ? അതോ ഏതോ ഒരാളുടെ വാക്കുകളാണോ നിന്റെ മനസ്സ് തകർത്തത്? അതോ ഞാൻ തോറ്റുപോയല്ലോ, എനിക്കത് ലഭിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചാണോ നീ സങ്കടപ്പെടുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ മനസ്സിനെ തകർക്കാൻ ആരെയും അനുവദിക്കരുത്. നീയാണ് നിന്റെ മനസ്സിനെ നോക്കേണ്ടത്. നീയാണ് നിന്റെ വേദന മാറ്റേണ്ടത്. മറ്റുള്ളവർ പറയുന്നത് പറഞ്ഞോട്ടെ, പക്ഷേ നീ തളരരുത്. നിന്നെ തകർക്കാനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ നീ അവിടെ വിജയിച്ച് കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. സങ്കടപ്പെടാതെ എന്താണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാനുള്ള ശക്തി നിന്റെ ഉള്ളിലുണ്ടാവണം. നാം എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, ജീവിതം എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. പ്രശ്നങ്ങളില്ലാത്ത ആളുകളില്ല. ആ പ്രശ്നങ്ങളെ നിങ്ങൾ എങ്ങനെ നേരിടുന്നു എന്നതിലാണ് കാര്യം. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചിന്തിക്കുക? ജീവിതമാകെ മടുത്തു പോയല്ലോ, ജീവിതം അവസാനിപ്പിച്ചാലോ, ഇനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, പ്രശ്നങ്ങൾ നമ്മളെ തകർക്കാനല്ല വരുന്നത്, നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തിയെ കാണിക്കാനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ മാറ്റേണ്ടത് എന്താണ്? ഒരു മുഴുവൻ ജീവിതമല്ല, ഒരു ചെറിയ ശീലമാണ് നിങ്ങൾ മാറ്റേണ്ടത്. ഒരു പുതിയ തീരുമാനമെടുക്കുക, ഒരു പുതിയ ദിനക്രമം രൂപപ്പെടുത്തുക, ഒരു പ്രാർത്ഥന, ഒരു പുതിയ ലക്ഷ്യം. ഈ ചെറിയ മാറ്റം പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമുണ്ടാക്കും. എനിക്കൊന്നും പറ്റില്ല എന്ന ചിന്ത അതൊരിക്കലും സത്യമല്ല. അത് നിങ്ങളുടെ ക്ഷീണത്തിന്റെ ശബ്ദമാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? ലോകത്തിലെ മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം തന്നെ ആ ഒരു നിലയിലേക്ക് എത്താൻ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടാവുമെന്ന് ആലോചിച്ചു നോക്ക്. ഒരു നിമിഷം ഒരാളുടെ വാക്ക് കേട്ടോ, ഒരാളുടെ നിരസനം കൊണ്ടോ, അല്ലെങ്കിൽ ഒരാളുടെ വാക്ക് കൊണ്ടോ അയാളുടെ മനസ്സ് തകർന്നു പോയിരുന്നു എങ്കിൽ ഇന്ന് നാം കാണുന്ന ആ ഒരാൾ ഉണ്ടാവുമായിരുന്നു. നീ അനുഭവിക്കുന്നത് യഥാർത്ഥ വേദനയാണ്, അതിനെ ചെറുതാക്കേണ്ടതില്ല. പക്ഷേ അതിൻ്റെ പേരിൽ നിന്റെ മുഴുവൻ ജീവിതവും നീ കളയരുത്. ഇന്ന് തോറ്റവൻ നാളെ ജയിക്കാം, ഇന്ന് കരഞ്ഞവൻ നാളെ ചിരിക്കാം, ഇന്ന് നിന്നെ മനസ്സിലാക്കാത്തവർ നാളെ നിന്നെ ബഹുമാനിക്കാം.